നമസ്കാരം. ഞാൻ കോയമ്പത്തൂർ തിരുമൂലർ ചിത്തർപീഠം ശിവരാജയോഗി സംസാരിക്കുന്നു. ഇപ്പോൾ ഒന്ന് രണ്ട് സ്റ്റുഡൻസിന് ചില ഡൗട്ട്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് പണിക്കർ സാർ ഹരിപ്പാട് ഹിമാലയൻ യോഗ സെൻറ്ററിൽ നിന്ന് ഒരു ഡൗട്ട് ചോദിച്ചിരുന്നതാണ്. അപ്പോൾ അതിന് ചില എക്സ്പ്ലനേഷൻ പറയുകയാണ്. തേർഡ് ഐ ആക്ടിവേഷൻ, ചക്ര ആക്ടിവേഷൻ ഇല്ലാതെ ഉണരുമോ? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. തേർഡ് ഐ ആക്ടിവേഷൻ വേണമെങ്കിൽ ആക്ച്വലി ഇത് പാർട്ട് ഓഫ് ശിവയോഗ. ശിവയോഗിക്ക് തന്നെ തേർഡ് ഐ ആക്ടിവേറ്റ് ചെയ്യാൻ വെക്കും. ശിവയോഗിക്ക് തന്നെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അത് പാർട്ട് ഓഫ് ശിവയോഗമാണ്. തേർഡ് ഐ എന്ന് പറയുന്നത് പീനിയൽ ഗ്ലാൻഡ്. പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് അത് വന്ന് ശിവപീഠം അല്ലെങ്കിൽ ജ്ഞാനപീഠം. അപ്പോൾ ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞിട്ട് അത് വന്ന് നാരായണ പീഠം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്നിരിക്കുന്നത് അത് പരാശക്തി പീഠം. അപ്പോൾ ഇതേ ഉണർത്താൻ ശിവയോഗയിലാണ് അതിനുള്ള ടെക്നിക്ക് ഉള്ളത്. അപ്പോൾ ശിവയോഗയിൽ എങ്ങനെ ഉണർത്തുന്നത് വെച്ചാൽ സയൻറ്റിഫിക് മെത്തേഡാണ്. അതിന് വന്ന് മന്ത്രങ്ങൾ, മുദ്രകൾ ആൻഡ് ചക്ര ആക്ടിവേഷൻ ഇതൊക്കെ ഇരുന്നാലേ ഉണർത്താൻ പറ്റും. അല്ലാതെ പലരും തേർഡ് ഐ എന്ന് പറഞ്ഞ് ഒരുപാട് പണം സമ്പാദിക്കുന്നവരൊക്കെ ഉണ്ട്. അവരുടെ ഈ ടെക്നിക്കിൽ മുദ്രയില്ല, മന്ത്രമില്ല, അതൊക്കെ വന്ന് അത് മാച്ചാവില്ല, ശിവയോഗയിൽ മാച്ചാവില്ല. ഇത് സയൻറ്റിഫിക്കാണ്. ഇതാ ഞാൻ കാണിക്കാം. ഇതിൽ നിങ്ങൾ നോക്കുന്നത് ഇതാണ് പീനിയൽ ഗ്ലാൻഡ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്നത് മിഡ് ബ്രെയിനിലാണ് ഇരിക്കുന്നത്. ഇത് ആജ്ഞാചക്രം. ഈ ആജ്ഞാചക്രം ഇൻ ബിറ്റ്വീൻ ഐബ്രോസ്. ആക്ച്വലി അതിനെ വന്ന് ഓപ്പൺ ചെയ്യാതെ നിങ്ങൾക്ക് അകത്തോട്ട് പോകാൻ നോക്കില്ല. ഫസ്റ്റ് അത് വന്ന് ആറാമത് ചക്ര, അത് പെട്ടെന്ന് അതായിട്ട് നിങ്ങൾ ചെയ്യാൻ പറ്റില്ല. എനർജി വന്ന് മൂലാധാരത്തു നിന്ന് ഇവിടെ നിന്ന് സ്വാധിഷ്ഠാനത്തിൽ മണിപൂര വിശുദ്ധിയിലുള്ള എനർജി ഇവിടെ കണക്റ്റ് ആയിരിക്കണം. ഈ ആജ്ഞാചക്രത്തിൽ ബാക്കിൽ 6 തളമുള്ള ഒരു മനഃചക്രം ഇരിക്കുകയാണ്. അത് 6 തളം, 6 കളർ. അത് ആജ്ഞാചക്രം 6 ഇഞ്ച് അകത്തിരിക്കുകയാണ്. ഈ 6 തളത്തിൽ 6 നാഡി ചാനൽസ് വന്ന് താഴോട്ടുള്ള 5 ആധാരങ്ങളിലും മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരാന വിശുദ്ധി വരെ 5 താഴോട്ടും 1 ഇവിടെ നിന്ന് പീനിയൽ ഗ്ലാൻഡിൽ അപ്വേർഡായിട്ടും കണക്റ്റായിരിക്കുന്നത്. അതുകൊണ്ട് ചക്ര ആക്ടിവേഷൻ ചെയ്യണം. ചെയ്ത് മാത്രം പോരാ, അതിന് ചില മന്ത്രങ്ങൾ, മുദ്രകൾ ഇതൊക്കെ ഉണ്ട്. ഈ എനർജിയെ ലിഫ്റ്റ് ചെയ്യണം, ഇങ്ങോട്ട് ലിഫ്റ്റ് ചെയ്യണം. നോർമലി ഇത് വന്ന് ഡൗൺവേർഡ് ഫ്ലോ എനർജിയാണ്. സാധാരണക്കാർക്ക് എനർജി ഡൗൺവേർഡ് ഫ്ലോ, മനഃചക്രത്തിൽ നിന്ന് താഴോട്ട് എനർജി ഫ്ലോ ഇരിക്കും. അതിനെ ചില ശിവയോഗ ടെക്നിക്സ് பயன்படுത്തി ഇവിടെ നിന്ന് എനർജി ഇങ്ങനെ റീഡയറക്റ്റ് ചെയ്താൽ ഇങ്ങോട്ട് ഇവിടെ നിന്നുള്ള എനർജി വന്ന് പീനിയൽ ഗ്ലാൻഡിൽ പോകും. ഇങ്ങനെ പീനിയൽ ഗ്ലാൻഡിൽ പോയാൽ മാത്രമേ നിങ്ങൾക്ക് വന്ന് തേർഡ് ഐ ആക്ടിവേറ്റ് ആവും. അപ്പോൾ തേർഡ് ഐ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് തേർഡ് ഐ? അതിൽ എല്ലാവർക്കും 2 ഐ ഉണ്ടല്ലോ. അത് വന്ന് ഫിസിക്കൽ ഐസ്. ഫിസിക്കൽ ബോഡിയിലിരിക്കുന്ന ഐ ആണ് ഇത് ഭൂത വന്ന് സ്ഥൂലദേഹത്തിലിരിക്കുന്നത്. അപ്പോൾ ഇത് എന്തോന്ന്? ഇത് വന്ന് ஞானக்கண். തമിഴ് സിദ്ധ ലിറ്ററേച്ചറിലിരിക്കുന്നത് ஊனக்கண் உணராபதியை ஞான கண்ணினில் சிந்தை நாடி துராத்துணை தேரண பாசம் ஒருக തന്നിലാഹും പതി വിധി എന്നും അഞ്ചെഴുത്തെ. ഇതാണ് ഈ പീനിയൽ ഗ്ലാൻഡ് വെച്ച് സിദ്ധന്മാരുടെ ലിറ്ററേച്ചറിൽ പറയുന്നുണ്ട്. ഭൂതക്കണ്ണ് എല്ലാവർക്കും ഉണ്ട്. ആജ്ഞയുടെ 2 പക്കത്ത് 2 കണ്ണിരിക്കുന്നു. ഇടകല, പിങ്കല അതിൽ കണക്റ്റായിരിക്കുന്നു. ഇടകല, പിങ്കല ഇടത് കണ്ണിലും വലത് കണ്ണിലും കണക്റ്റായിട്ടുണ്ട്. പക്ഷേ സുഷുമ്നയാണ് ഈ തേടയിൽ എനർജി കൊണ്ടുപോകുന്നത്. സുഷുമ്നെ നിങ്ങൾ ഇത് വഴിയായിട്ട് എനർജി കൊണ്ടുപോകണമെങ്കിൽ സുഷുമ്ന എല്ലാത്തിലും നേരെ ഇങ്ങനെ കണക്റ്റായി വരികയാണ്. അപ്പോൾ ഇത് വഴിയായിട്ട് എനർജിയെ കൊണ്ടുപോയാൽ, ആക്ടിവേറ്റ് ചെയ്താൽ എനർജി അപ്വേർഡ് മൂവ്മെൻറ്റിൽ വരും. സാധാരണക്കാർക്ക് ഡൗൺവേർഡ് മൂവ്മെൻറ്റ്. ഈ എക്സസൈസ് ചെയ്ത് അപ്വേർഡ് മൂവ്മെൻറ്റാണ് കൊണ്ടുപോയി ഇതിലിരുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ കൊണ്ടുവരാനുള്ള ഇതൊക്കെ ടെക്നിക്കൊക്കെയാണ് ശിവയോഗത്തിലാണുള്ളത്. പക്ഷേ പലരും അതൊന്ന് ശിവയോഗം അറിയാത്ത പലരും, ശിവയോഗത്തിൻ്റെ ബേസ് ഇല്ലാതെ പലരും 10,000 15,000 വരെ പണം വാങ്ങിച്ചിട്ട് കേരളത്തിൽ കംപ്ലൈൻ്റൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഈ യഥാർത്ഥത്തിലുള്ള ശിവയോഗ ടെക്നിക്ക് பயன்படுത്തിയാണ് ഇപ്പോൾ ഞാൻ ഈ എക്സസൈസ് ഇതൊക്കെ ഇപ്പോൾ എടുക്കുന്നത്. ഇത് ഇനിയും കേരളത്തിൽ ഈ മാസം പ്രോഗ്രാമൊക്കെ ഉണ്ട്. അതൊക്കെയാണ്. അപ്പോൾ ഇതിന് സയൻറ്റിഫിക് മെത്തേഡ്
സയൻറ്റിഫിക് മെത്തേഡ്. അപ്പോൾ ഇതിൽ നിന്ന് എനർജി ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഈ ആക്ഷൻ ആക്ടിവേഷൻ അതുമാതിരി ഈ മറ്റേ മനഃചക്ര ആക്ടിവേഷൻ അതിൽ നിന്ന് പീനിയൽ ഗ്ലാൻഡിൽ കൊണ്ടുപോകണം. പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഒരു മിസ്റ്റിക് ഗ്ലാൻഡ്. മറ്റേ ഗ്ലാൻഡൊക്കെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഉണ്ട്, അതൊക്കെ ഒരു നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ കൺട്രോളാണ്. അതേപോലെ എക്സോ ഗ്ലാൻഡും ഉണ്ട്. പക്ഷേ ഇത് പീനിയൽ ഗ്ലാൻഡ് വന്ന് മിസ്റ്റിക് ഗ്ലാൻഡ്. ഇതിൽ യൂസേജെ പറ്റി ലിറ്ററേച്ചറിൽ പറയുമ്പോൾ എന്തെന്ന് വെച്ചാൽ, മാങ്കായ്പാലുണ്ട് മലയമേൽ ഇരുപ്പോർക്ക് തേങ്കായ്പാൽ ഏതിർക്കടി കുതമ്പായി തേങ്കായ്പാൽ ഏതക്കടി എന്ന് പറഞ്ഞു. അതായത് മെറ്റീരിയൽ വേൾഡിലുള്ളവർക്ക് തേങ്ങായ്പാൽ അവർ തേങ്ങ മാതിരി, ഇത് മാങ്ങായ്പാൽ എന്ന് പറഞ്ഞു. മാങ്ങായ്പാൽ എന്തോന്ന് കണക്ഷൻ ഉണ്ട്? അതായത് പീനിയൽ ഗ്ലാൻഡ് ആക്ടിവേറ്റ് ആയാൽ പഴുത്ത മാമ്പഴത്തിൻ്റെ സ്മെല്ല് വരും. അതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് പല സ്മെല്ലുകളും വരും. നൊച്ചിയിലയുടെ സ്മെല്ല് വരും, പഞ്ചഗവ്യത്തിൻ്റെ സ്മെല്ല് വരും, നെയ്യിൻ്റെ സ്മെല്ല് വരും. ഇങ്ങനെ പല സ്മെല്ലുകൾ റിപ്പോർട്ടാവും. അതിൻ്റെ ശേഷമാണ് ഈ മാങ്ങായുടെ ടേസ്റ്റ് മാതിരിയുള്ള സ്മെല്ല് വരും. അത് മാത്രമല്ല അതിൻ്റെ ടേസ്റ്റ് റിപ്പോർട്ടാവും. ടേസ്റ്റ് പീനിയൽ ഗ്ലാൻഡിൽ അതിൻ്റെ സെക്രീഷൻസ് ഒരുപാടുണ്ട്. ഇപ്പോൾ ഒന്ന് മിസ്റ്റിക് ഗ്ലാൻഡിൻ്റെ സെക്രീഷനിൽ അതിൽ ഇപ്പോൾ മെലോട്ടണിൻ, അതാണ് ഈ മറ്റേ പീനിയൽ ഗ്ലാൻഡ് സെക്രീഷൻ. മെലോട്ടണിൻ വന്ന് 0.001 മില്ലിമീറ്റർ തന്നെ ചുരക്കും. അത് ചുരന്നാൽ സകല രോഗ നിവാരണി. അപ്പോൾ തേർഡ് ഐ ആക്ടിവേറ്റ് ചെയ്യുന്നുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, തേർഡ് ഐ പീനിയൽ ഗ്ലാൻഡ് ആക്ടിവേറ്റ് ആയാൽ തീരാതെ അസുഖങ്ങളൊക്കെ തീരും. അത് വൺ ടൈം മെഡിസിൻ ഫോർ ഓൾ ഡിസീസസ്. പിന്നെ അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് വരുന്ന സെറോട്ടണിൻ, DMT ഇങ്ങനെയുള്ള ഇതുകളൊക്കെ പല ഉറക്ക പല ഡിസാർഡറുകളെ ക്ലിയർ ചെയ്യാനുള്ള പവറുണ്ട്. അപ്പോൾ നമ്മുടെ ശിവയോഗ പടി തേർഡ് ഐ ആക്ടിവേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ഡിസ്റ്റൻറ്റ് വിഷൻ പലർക്കും വന്നിട്ടുണ്ട്. അത് ടൈം, സ്പേസ് ആൻഡ് കാസേഷൻ. അതായത് സാധാരണക്കാർക്ക് ജ്ഞാനേന്ദ്രിയങ്ങൾ ലിമിറ്റഡാണ്. സാധാരണക്കാർ ലിമിറ്റഡ്. ഒരു റൂമിലിരുന്ന ആ റൂമിലുള്ള ചെവര് ഇതൊക്കെ അടുത്തുള്ളവർക്ക് സംസാരിക്കുന്നത് കേൾക്കാം, അതൊക്കെയാണ്. പക്ഷേ ഇവർക്ക് ടൈം, സ്പേസ് ആൻഡ് കാസേഷൻ ക്രോസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡിസ്റ്റൻറ്റ് വിഷൻ, ഡിസ്റ്റൻറ്റ് ഉള്ള ഇതൊക്കെ അവർക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. മിസ്റ്റിക് പവർ ഉണ്ടാവും. ഈ പവർ ഉണ്ടായവർക്കാണ് ശിവയോഗി എന്ന് പേര് ഇരിക്കുന്നത്. രണ്ടാമത്, ഇവർക്ക് തന്നെ എന്തെന്ന് ജ്ഞാനേന്ദ്രിയങ്ങളുടെ കൂട്ടുറവായിട്ടുള്ള ഈ ജ്ഞാനത്തെയും ക്രോസ് ചെയ്ത് ട്രാൻസെൻഡൻ്റൽ നോളജ് ഉണ്ടാവും. അത് ഉണ്ടാവുന്ന മുമ്പേ ഹീലിംഗ് പവറും ഉണ്ടാവും. അപ്പോൾ ഹീലിംഗ് പവർ ഉണ്ടാകുന്നെങ്കിൽ ശിവയോഗിക്ക് തന്നെ തേർഡ് ഐ ആക്ടിവേഷൻ ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല അവർക്ക് ഹീലിംഗ് ദേഹത്തെ തൊടാതെ തന്നെ ഹീൽ ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ അങ്ങനെ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഇത് അവരുടെ കൈസിൽ നിന്ന് അയാൺ, ഇപ്പോൾ ലെഫ്റ്റ് കഴിഞ്ഞാൽ നെഗറ്റീവ് അയാൺ, പോസിറ്റീവ് അയാൺ ഉണ്ടാകും. അത് ഒന്ന് ഡിസ്റ്റൻറ്റ് വഴി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതുവഴിയായിട്ട് പല അസുഖങ്ങളെ ക്ലിയർ ചെയ്യാനും പറ്റും. സോ തേർഡ് ഐ ആക്ടിവേഷൻ ഈസ് പാർട്ട് ഓഫ് ശിവയോഗ. ചക്ര ആക്ടിവേഷനാണ് അത് ബേസിക്. അത് ചെയ്ത് തന്നെ എനർജിയെ മുകളിലോട്ട് കൊണ്ടുപോകുന്ന ടെക്നിക്കുണ്ട്. അതായത് ആജ്ഞാചക്രത്തിൽ ദശവായും ദശനാഡികളും ഉള്ള ഒരു സെൻട്രൽ പ്ലേസാണ്. അതിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്തിട്ട് മനഃചക്രനെ ആക്ടിവേറ്റ് ചെയ്ത് എനർജി അകത്തോട്ട് മിഡ് ബ്രെയിനിൽ കൊണ്ടുപോയി അതിൽ വന്ന് എനർജിയെ പീനിയൽ ഗ്ലാൻഡിൽ ചേർത്താൽ മാത്രമേ തേർഡ് ഐ ആക്ടിവേഷൻ ആകും. ഇതിനെയാണ് ഞാൻ പ്രാക്ടിക്കൽ ട്രെയിനിങ് കൊടുക്കുന്നത്. ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം. നന്ദി, നമസ്കാരം.